ബസ്സിൽ ഏറ്റവും മുന്നിലായി നീല ജീൻസും ചുവന്ന ബനിയനും കാതിൽ ഹെഡ്സെറ്റ് ചേർത്ത് വെച്ചു. അരികിലായി വലിപ്പം കൂടി കുറെ പെട്ടികളുമായി പാറിപ്പറന്ന മുടികളുമായി ഇരുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ ആ ബസ്സിലെ കണ്ടക്ടറായ ഹരിക്ക് ദേഷ്യം ഇരച്ചു കയറി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൾക്ക് അയാളുടെ പഴയ കാമുകിയെപ്പോലെ ചെറിയൊരു മുഖച്ഛായം ഉണ്ടായിരുന്നു എന്നതാണ്. പഴയ അനാവശ്യമായ ചില ഓർമ്മകൾ ഹൃദയത്തിലേക്ക് തള്ളിക്കയറുന്ന പോലെ ഹരിക്ക് തോന്നി. അയാൾ നിന്ന് നിൽപ്പ് ഉയർത്തു കുളിച്ചു. വെറുതെ വെളിയിലേക്ക് നോക്കിയിരിക്കുന്ന ഈ പിറപ്പെണ്ണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം നശിപ്പിച്ചിരിക്കുന്നു. ഹരി ആരോടുമില്ലാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇനിയും ആളുകൾ കയറാനില്ല എന്ന് ഉറപ്പുവരുത്തി ബസ് മുന്നിലേക്ക് കുതിച്ചു. ഹരി ഓരോരുത്തരുടെയും അടുത്തേക്ക് ചെന്നു. എവിടേക്കാണ് പോകേണ്ടതെന്നും കൃത്യമായി ചോദിച്ചു കൊണ്ടേയിരുന്നു. അവരെ ചിലരെ അവനറിയാവുന്നവരാണ്. അവരുടെയൊക്കെ ഏറ്റവും ഹൃദ്യമായി ചിരിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. ഒറ്റ നോട്ടുകൾ അവൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ ചിലപ്പോഴൊക്കെ നാണയത്തിൻ്റെ തുട്ടുകൾ യാത്രക്കാരുടെ കയ്യിലേക്കും പോയിക്കൊണ്ടേയിരുന്നു. ബസ് വളവുകൾ തിരിഞ്ഞും ഉയരങ്ങൾ കയറിയും ആളുകളെ ഇറക്കിയും കയറ്റിയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇനി ആരെങ്കിലും ടിക്കറ്റ് വാങ്ങാനുണ്ടോ എന്ന ഹരിയുടെ ചോദ്യത്തിൽ ചുറ്റും കനത്ത നിശബ്ദത കണ്ടാണ് ഹരി ഏറ്റവും മുന്നിലേക്ക് ചെന്നത്. അലസമായി ഇരിക്കുന്ന ആ പെൺകുട്ടി ഇതുവരെയും ടിക്കറ്റ് എടുത്തില്ല എന്നപ്പോഴാണ് ഹരി ഓർത്തത്. 3 തവണ ഹരി അവളെ വിളിച്ചിട്ടും കേൾക്കാതെ ഹെഡ്സെറ്റിൽ കണ്ണുകൾ അടച്ച സീറ്റിലേക്ക് തല താഴ്ത്തി കിടക്കുന്നവളെ കണ്ട് ഹരിക്ക് ദേഷ്യം ഇരച്ചു കയറി. അവളെ കാണുമ്പോഴൊക്കെ ഹരി പണ്ടപ്പോഴെ ജീവനെ തുല്യം സ്നേഹിച്ച ഒരു പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു. അവൻ നിന്ന് നിൽക്കി ദേഷ്യം കൊണ്ട് വിറച്ചു. വണ്ടി ഏതോ സ്റ്റോപ്പിൽ നിർത്തിയത് കൊണ്ടോ പാട്ട് തീർന്നത് കൊണ്ടോ അവൾ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. ബസ്സിൽ ഉള്ള ആളുകൾ മുഴുവനും അവളെ തന്നെ നോക്കി നിൽപ്പുണ്ട്. ചില പ്രായമായ ആളുകൾ അവളുടെ വസ്ത്രദാനത്തെ പറ്റിയോ ഇപ്പോഴത്തെ പെൺകുട്ടികൾ എല്ലാം ഇങ്ങനെയാണെന്നും എല്ലാം അടക്കം പറയുന്നുണ്ട്. അവളെ നോക്കി ഹരി പുച്ഛത്തോടെ പറഞ്ഞു. സാധാരണ ആരെങ്കിലും ബസ്സിൽ കയറിയാൽ ആദ്യം ചെയ്യുന്നത് ടിക്കറ്റ് എടുക്കുക എന്നതാണ്. അതാണ് മാന്യത. ചെയ്യുന്ന യാത്രയുടെ കൂലി ഇനി വേറെ ചിലരുണ്ട്. ബസ്സിൽ പമ്മിയിരിക്കും. ചെയ്യുന്ന യാത്രക്ക് കൂലി കൊടുക്കാതെ. അവരുടെ ഉദ്ദേശം മറ്റുള്ളവരെ പറ്റിച്ച് മിടുക്കരായി ഇരിക്കാമെന്നാണ്. ഹരി പറഞ്ഞു തീരുമ്പോൾ ചുറ്റും ആരോ ഉറക്കെ ചിരിച്ചിരുന്നു. അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി. അവൾ കണ്ണു മിഴിച്ചു നോക്കുന്നത് കണ്ട് അവൻ വീണ്ടും പറഞ്ഞു. കൂടുതൽ അഭിനയിക്കാതെ ഇടയ്ക്കിടെ കാശ്. അവൾ ഇരുന്ന ഇരിപ്പിൽ നിന്നും ചാടി എണീറ്റു. ഉയർന്ന ശ്വാസഗതികളോടെ അവൾ വിരൽ ചൂണ്ടി ഹരിയെ നോക്കി പറഞ്ഞു. മൈൻഡ് യുവർ വേർഡ്സ്. ഒരു പിറപ്പെണ്ണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നോട് കൈ ചൂണ്ടി സംസാരിക്കുന്നത് കണ്ട് ഹരിക്ക് വീണ്ടും ദേഷ്യം ഇരച്ചു കയറി. അവൻ വീണ്ടും പുച്ഛം വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. ഹഹാ, എന്നാലും ഒരു കാര്യം ചെയ്യാം. നിന്നെ സത്യഭാമ എന്ന് വിളിക്കാം. കള്ളി, പെരും കള്ളി, ഹരി ഉച്ചത്തിൽ വീറോടെ പറഞ്ഞു. അവൾ പെട്ടെന്ന് വിളറി വെളുത്തു. ആദ്യമായി ഒരു പുരുഷൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കള്ളി എന്ന് വിളിച്ചിരിക്കുന്നു. അപമാനത്തോടെ അവൾ നിന്ന നിൽപ്പിൽ ഉരുകി ഒലിച്ചു. മുഖത്തേക്ക് പാറി വീണ മുടികൾ ഒതുക്കി അവൾ അവനെ നോക്കി വീണ്ടും ഉച്ചത്തിൽ പറഞ്ഞു. സൗകര്യമില്ല, പൈസ തരാം. നീ എന്നെ എന്തു ചെയ്യും? നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ കാണിക്ക്. ഹരി പെട്ടെന്ന് നിശബ്ദനായി. ആദ്യമായി ഒരു പെണ്ണ് തന്നെ വെള്ളുവിളിച്ചിരിക്കുന്നത്. നീ പൈസ തന്നില്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന എന്നെ അല്ലാതെ വേറൊരു മുഖം കൂടി നീ കാണേണ്ടി വരും, അവൻ സ്വരം കടുപ്പിച്ച് പറഞ്ഞു. ബസ് മുന്നോട്ട് ആർത്തിരമ്പി പോകുന്നുണ്ട്. വളവുകളും കുന്നുകളും അത് താണ്ടുന്നുണ്ട്. അവൾ ബസ്സിൻ്റെ ഏറ്റവും മുന്നിലെ പൊട്ടിപ്പുറത്തേക്ക് പോയിരുന്നു. എന്നിട്ട് പറഞ്ഞു. പൈസ തരുന്നില്ല. നിനക്ക് വേറെ ഏത് മുഖമാണുള്ളത് എന്ന് എനിക്ക് കാണണം. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും കാണിച്ചു തരാം, അവൾ പുച്ഛിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അവൻ ഏറ്റവും സൗമ്യമായി പറഞ്ഞു. നീ പൈസ തന്നാൽ പ്രശ്നം ഇവിടെ തീരും. അതല്ല പ്രശ്നം ഇനിയും വലുതാക്കാനായതുകൊണ്ട് ഉദ്ദേശം എങ്കിൽ ഹരി ആരാണെന്ന് മോൾ അറിയും, അവൻ താടി ഒഴിഞ്ഞുകൊണ്ട് മെല്ലെ പറഞ്ഞു. പൈസ തരുന്നില്ല നായ, അവൾ പല്ലുറുമ്മി പറഞ്ഞു. ഹരിക്ക് നിന്ന് നിൽപ്പ് ദേഷ്യം ഇരച്ചു കയറി. അയാളുടെ ഹൃദയം ശക്തമായി ഇടിച്ച് നെറ്റിൽ വിയർപ്പ് പൊടിഞ്ഞു. അവൻ മുന്നോട്ട് ചെന്ന് അവൾക്കരികിലേക്കായിരുന്നു. വലുപ്പം കൂടിയ പെട്ടികൾ ഒന്നെടുത്ത് ഓടുന്ന ബസ്സിൻ്റെ ഒരു വശത്തു നിന്ന് പുറത്തേക്കെറിഞ്ഞു. ബസ്സിൽ ആരോ വിസിലടിച്ചു. ഉറക്കെ അടക്കി ആരൊക്കെയോ ചിരിച്ചു. അവൾ ഒന്നും മിണ്ടാനാവാതെ തരിച്ചു നിന്നു. ഹരി അവൾക്കരികിലേക്ക് ചെന്ന് നിന്ന് പതിയെ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട എന്ന്. അപ്പോൾ എനിക്ക് പറ്റില്ല. അപ്പോൾ നിനക്ക് പറ്റില്ല. ബസ്സിൻ്റെ മുതലാളിയുടെ വീടാണ് അവിടെ. വണ്ടിയിലെ ആളുകൾ മുഴുവൻ കൊട്ടാരത്തെ തോൽപ്പിക്കുന്ന വീട്ടിലേക്ക് നോക്കിയിരുന്നു. വണ്ടിയിൽ ഇരുന്ന പെണ്ണുങ്ങൾ അസൂയോടെ എന്തെല്ലാം അടക്കം പറഞ്ഞു. എന്താണ് മുതലാളി, എന്ത് പറ്റി കൈ കാണിച്ചു നിർത്തിയത്? എന്തെങ്കിലും പറയാനോ ഏൽപ്പിക്കാനോ ഉണ്ടോ? ബസ്സിൽ നിന്നിറങ്ങി കൈകൾ ഭവ്യതയോടെ പിണച്ചു കെട്ടി ഹരി മുതലാളിയോട് ചോദിച്ചു. വെളുത്തേരുണ്ട് സ്വർണ്ണ നിറത്തിലെ ചുബ്ബയിട്ട മുതലാളി ബസ്സിനുള്ളിലേക്ക് നോക്കി പറഞ്ഞു. എൻ്റെ മകൾ ഈ ബസ്സിലുണ്ട്. അവൾ പഠിത്തമെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് വരികയാണ്. കാർ വിടാമെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല. ഹരി ഞെട്ടലോടെ ബസ്സിനുള്ളിലേക്ക് നോക്കി. എരിഞ്ഞു ആളി കത്തുന്ന പകയോടെ ജീൻസിട്ട പെൺകുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നു.
മുതലാളി അവളെ ചേർത്ത് പിടിച്ച് ചുംബിക്കുമ്പോഴും കണ്ണിമ വെട്ടാതെ പകയോടെ അവൾ ഹരിയെ നോക്കി. ഹരി അപ്പോൾ ഒരു നെഞ്ചിടിപ്പോടെ വീടിന്റെ മുൻവശത്തെ വീട്ടുപേരിലേക്ക് നോക്കി. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പത്മാലയം. ഹരി നീട്ടിയുള്ള വിളി കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കുന്നത്. എന്താപ്പ രാഘവേട്ട, നിങ്ങൾ ഈ രാത്രി? കൊടുത്തിരുന്ന മുണ്ട് താഴേക്ക് താഴ്ത്തിയിട്ട് വിനയത്തോടെ ബസ്സിൽ നിന്നിറങ്ങി തലമുടി നരച്ചു തുടങ്ങിയ മനുഷ്യന്റെ അരികിലേക്ക് നീങ്ങി നിന്നു ഹരി ചോദിച്ചു. രാഘവേട്ടനാണ് ശരിക്കും ബസ്സിന്റെ ആദ്യ ഡ്രൈവർ, മുതലാളിയുടെ വിശ്വസ്തൻ. അടുത്ത് കിടന്ന കസേര നെറ്റിട്ട് അതിലേക്ക് ചാരിയിരുന്ന അയാൾ ചോദിച്ചു. ഹരി ഇന്ന് സാറിന്റെ മകളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഒരൽപ്പനേരത്തെ മൗനത്തിന് ശേഷം ഹരി പറഞ്ഞു. അത് പിന്നെ ഞാൻ അറിയാതെ എനിക്കതിനെ കണ്ടപ്പോൾ ആരോടൊക്കെ ഓർമ്മ വന്നു. അതിൽ പിന്നെ ഞാൻ ദേഷ്യപ്പെട്ട് എന്തെല്ലാമോ പറഞ്ഞു. ചെയ്ത് തെറ്റായിപ്പോയി എന്നറിയാം. രാഘവേട്ടൻ ഒന്ന് മൂളിയിട്ട് പറഞ്ഞു. ശരിക്കും ആ കൊച്ചിനെ പ്രസവിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് അതിനെ കിട്ടില്ലെന്ന്. ഒരുപാട് നേർച്ചയും വഴിപാടും പറഞ്ഞ് കിട്ടിയ കൊച്ചാണത്. സാറിന്റെ നെഞ്ചിൽ ഇട്ടാണ് അതിനെ വളർത്തിയത്. ഇജിപ്പോ അതിനോട് കാണിച്ചത് സാർ അറിഞ്ഞു അവന്റെ ഉള്ള ജോലി കൂടെ പോകും കുട്ടിയെ. ഹരിക്ക് നിന്നെ നിൽപ്പിൽ ഒരു മിന്നൽ പാഞ്ഞു പോകുന്നത് പോലെ തോന്നി. സത്യമായും മനഃപൂർവ്വമായിരുന്നില്ല ആ കുട്ടിയോട് ദേഷ്യപ്പെട്ടത്. അവളെ കണ്ടപ്പോൾ മുമ്പ് സ്നേഹിച്ച ഒരാളെ പോലെ തോന്നിച്ചു. ഒറ്റ നിമിഷത്തിൽ തനിച്ചാക്കിപ്പോയ അവളോട് തോന്നിയ അമർഷം അറിഞ്ഞോ അറിയാതെയോ മുന്നിൽ പുച്ഛത്തോടെ അലസമായി വന്നിരുന്ന പെൺകുട്ടിയോട് തെറുക്കുകയായിരുന്നു. നിന്നിടമർന്നു നിന്ന് വെല്ലുവിളിച്ചപ്പോൾ, വീറോടെ ഭാഷയോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ നിയന്ത്രണം വിട്ടുപോയതാണ്. അതൊരിക്കലും അന്നം തരുന്ന വീട്ടിലെ കുട്ടിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. അപരിചിതമാണെങ്കിൽ പോലും ചെയ്തു പോയത് തെറ്റ് തന്നെയാണ് എന്ന് നോവോടെ ഹരി ഓർത്തു. കയ്യിൽ ഇരുന്ന് സിഗരറ്റ് കൊള്ളി താഴേക്കിട്ടു. കാൽപാദങ്ങൾ കൊണ്ട് ചവിട്ടി അരച്ചു. രാഘവേട്ടൻ പറഞ്ഞു. നിന്നോട് പത്മിനി കുഞ്ഞ് നാളെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ട് ജോലിക്ക് കയറിയാൽ മതിയത്രേ. അത് കേട്ടപ്പോൾ ഹരിയുടെ നെഞ്ചിൽ പേരറിയാത്ത ഒരു അസ്വസ്ഥത പൊട്ടിമുളച്ചു. അന്ന് രാത്രി ഓടുമേഞ്ഞ് വീടിന്റെ മുന്നിൽ ഇരുന്ന് ഉറക്കം വരാതെ ഹരി നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനെ നോക്കി. അപ്പോഴാൾക്കൊരു പെണ്ണിനെ ഓർമ്മ വന്നു. ചുരുണ്ട മുടിയുള്ള നീണ്ട മൂക്കിൽ ഒരു തരി പൊന്നിന്റെ മൂക്കുത്തിയിട്ട പെണ്ണിനെ. അവൾ നിന്നെ തനിച്ചാക്കി ഒരിക്കലും പോവില്ല എന്ന് പറയുന്നത് കാതുകളിൽ അലടിക്കുന്നത് പോലെ തോന്നി വന്നു. ആ പെണ്ണിന്റെ മുഖത്തിന് ബസ്സിനുള്ളിൽ അലസമായിരിക്കുന്ന പെണ്ണിന്റെ മുഖം പോലെ തോന്നിയത് കൊണ്ട് ഹരി അസ്വസ്ഥയോടെ മുഖം പൊത്തിയത്. ഹരി ജയരാമൻ അല്ലേ? ഓഫീസിനുള്ള എ.സിയുടെ തണുപ്പിന്റെ കൂടെ പത്മിനിയുടെ ഉറക്കെയുള്ള ചോദ്യം കേട്ടാണ് അവൻ അതെന്ന് പറഞ്ഞ് മുന്നിൽ ഒരു ചാരുകസേരയിൽ ചാരിയിരുന്നു. ഹരിയുടെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഫയൽ മുന്നിലേക്ക് വെച്ചുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു. ഹരി എം.എ വരെയും പഠിച്ചൊരു വ്യക്തിയാണ്, അതും ഉയർന്ന മാർക്കോടുകൂടെ. വീട്ടിൽ അച്ഛൻ, ഒരു അനുജൻ. കണ്ടക്ടർ ആയി ജോലി തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം. അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള തൊഴിലായി മാറാൻ ഹരിക്കൊരു താമസമുണ്ടായില്ല. വിശ്വസ്തൻ, ചെറിയ പ്രായത്തിലെ നന്നായി ജോലി ചെയ്യുന്ന പയ്യൻ എന്ന ഇമേജ് ധാരാളമുണ്ട്, ശരിയല്ലേ? കയ്യിൽ ഇരുന്ന ഫയൽ മേശപ്പുറത്തേക്ക് ഇട്ടു പത്മിനി ചോദിച്ചു. ഹരി ഏറ്റവും നിശബ്ദനമായി ഒന്ന് മൂളി. ഹരി കണ്ടക്ടർ ജോലി അതല്ലാതെ ആഴ്ചയിൽ ഒരിക്കൽ വന്ന് കമ്പനിയുടെ കണക്കുകൾ നോക്കാറുണ്ട്. ബില്ലെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കാറുണ്ട്. അതിന് കണ്ടക്ടറിന്റെ ശമ്പളം അല്ലാതെ മറ്റൊരു തുക നിങ്ങൾക്ക് നൽകുന്നുമുണ്ട്, ശരിയല്ലേ? കസേരയിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ഹരിക്ക് നേരെ നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. ഹരി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ശരിയാണ്. എങ്കിൽ ഇനി മുതൽ അത് വേണ്ട. ഞാൻ ഉണ്ട് ഇവിടെ. ഞാൻ നോക്കിക്കോളാം. കണ്ടക്ടർ പണി നോക്കിയാൽ മതി. അവന്റെ മുഖത്ത് നോക്കി അവളത് പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടാനാവാതെ അവളെ തലയുയർത്തി നോക്കി. തീർന്നില്ല, ഒന്നുകൂടെ. തവണകളായി വാങ്ങിയ പൈസക്കു പലിശ വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞിരുന്നു അല്ലേ? പലിശ വേണ്ടാന്ന് വെക്കാൻ നിങ്ങൾ ഈ കുടുംബത്തിന്റെ കൊച്ചുമോൻ ഒന്നും അല്ലല്ലോ. പലിശ ശമ്പളത്തിൽ നിന്നും തന്നാ മതി. മുതല മൊത്തമായും. നീ സംശയങ്ങൾ എന്തെങ്കിലുമുണ്ടോ? ഹരി ഒന്നും മിണ്ടാനാവാതെ തരിച്ചു നിന്നു. ഓർമ്മകളിൽ അപ്പോൾ പ്രഷർ കയറി നിന്ന നിൽപ്പിൽ വീണുപോയൊരച്ഛനെ ഓർമ്മ വന്നു. ഈ മാസം എങ്കിലും ഫീസ് അടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന അനുജനെ ഓർമ്മ വന്നു. എന്നോടുത്ത ലോണിന്റെ ജപ്തി പേപ്പർ വീടിന്റെ ഓടിന്റെ ഇടയിൽ ഇരുന്നു പെറ്റുപെരുകയാണെന്ന് ഓർമ്മ വന്നു. ഹരി ഒന്നും പറയാതെ തല കുനിച്ച് തിരിഞ്ഞു നടന്നു. ബസ്സിൽ കയറി ടിക്കറ്റ് കൊടുക്കുന്നതും ബാക്കി വാങ്ങുന്നതും വളവുകൾ താണ്ടുന്നതും ഒന്നും ഹരി അറിഞ്ഞിരുന്നില്ല. മനസ്സിൽ അപ്പോൾ പ്രായമായൊരു മനുഷ്യന്റെ മുഖം തെളിഞ്ഞു വന്നു. തളർന്നു കിടക്കുന്ന മെലിഞ്ഞൊട്ടിയ ശരീരം അവന്റെ തലയിൽ തഴുകുന്ന പോലെ തോന്നി. ബസ്സിലാണെന്നോ ജോലിയിലാണെന്നോ ഓർക്കാതെ ഹരി ഉച്ചത്തിൽ വിളിച്ചു പോയി. അച്ഛാ. ഒഴിവ് കിട്ടിയ ഉച്ചനേരത്തെ ജോലികൾ ഒതുക്കി വീട്ടിലേക്ക് വരും. മരപ്പണിക്കിടെ ഒരിക്കൽ പ്രഷർ കയറി വീണു പോയതാണ് ഹരിയുടെ അച്ഛൻ. അയാൾ അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 2ആയി. വേറെ ഒരു ജോലിക്ക് പോകാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണവും ഇത് തന്നെയാണ്. ഇതാകുമ്പോൾ ഇടയ്ക്ക് അച്ഛൻ്റെ അരികിൽ ഓടിവരാം. മൂത്രവിരുപ്പുകൾ മാറിയിടാം. കഞ്ഞിയോ വെള്ളമോ മാറ്റിവെക്കാം.
ഇപ്പോഴും ജീവന്റെ തുടിപ്പുകൾ ബാക്കിയുണ്ടെന്ന് ഉറപ്പിക്കാം. അന്നും പതിയെ പോലെ ഹരി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുറ്റത്ത് തന്നെ ഉയരത്തിൽ ഉള്ള ചുമക്കേട്ടാണ് വേവലാതിയോടെ അകത്തേക്ക് ഓടി ചെല്ലുന്നത്. പ്രായമായ മനുഷ്യൻ കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് ഇപ്പോൾ വെയ്യാറായതുപോലെ കിടക്കുന്നു. ഹരി ഞെട്ടലോടെ ഉറക്കെ വിളിച്ചു, അച്ഛാ. പ്രായമായ മനുഷ്യൻ ചുമച്ചു കുറച്ചുകൊണ്ട് അവനെ ആയാസപ്പെട്ടു നോക്കി. ഇഞ്ചാ ട്യൂബ് വെച്ചേക്കുന്ന ശരിയാണോ എന്ന് നോക്കിക്കേ. ഉടുപ്പിൻ്റെ പുന്നാമ്പുറത്തേക്ക് നനവ് തട്ടി. അതാണ് ഞാൻ, അയാൾ കുറ്റബോധത്തോടെ പറഞ്ഞപ്പോൾ ഹരി ഒരു അന്തലോടെ തൊട്ടു നോക്കി. ശരിയാണ്. മൂത്രത്തിൽ നനഞ്ഞു കുതിർന്നു കിടന്ന മനുഷ്യനെ കണ്ട് ഹരിക്ക് ചങ്ക് പൊട്ടി.